ഈ രണ്ട് ഇത് അറിഞ്ഞിരിക്കണം. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എൽ ഇൻറ്റു ജി ഓഫ് എക്സ് എൽ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽറ്റ എക്സ് മൈനസ് വൈ. ദെൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വൈ അല്ലേ കിട്ടേണ്ടത്. സൊല്യൂഷൻ y ഈക്വൽ ടു ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. ഇത് ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് ജി ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ള സൊല്യൂഷൻ ഇതാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കറസ്പോണ്ടിങ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ y ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് വൈ ഡി വൈ എന്ന് കിട്ടും. വേർ ജി ഓഫ് എക്സ് വൈ ഇസ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയാം. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, എൽ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അത് നമ്മൾ ഇത്ര നാള് പഠിച്ച മെത്തേഡ് വെച്ചൊന്നും സോൾവ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷന്റെ ഹെൽപ്പ് ആവശ്യം വരിക. ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എൽ ഇൻറ്റു വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് വൈ ഡി വൈ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇതിനകത്ത് ജി ഓഫ് എക്സ് വൈ എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ നമ്മൾക്ക് ജി ഓഫ് എക്സ് വൈ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാസ്ക്. ഇവിടെ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാല് നമ്മുടെ സോഴ്സ് ഫംഗ്ഷൻ ആണ്. എക്സ് മാറ്റി വേരിയബിൾ വൈ വന്നു എന്നേ ഉള്ളൂ, വേറെ ഒന്നും വ്യത്യാസമില്ല. ഇതില് ഗ്രീൻസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ടാസ്ക്. ഒരു മിനിറ്റ്. ഒന്നുകൂടെ എഴുതാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എൽ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു L into y of x equal to f of xy. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വേർ L എന്ന് പറഞ്ഞാൽ d സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സം ഫംഗ്ഷൻ എന്തെങ്കിലും ആകട്ടെ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഫംഗ്ഷൻ. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഗ്രീൻസ് തിയറം പ്രകാരം ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക y ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് വൈ ഡി വൈ. ഇതിനൊരു പ്രൂഫ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ പ്രൂഫ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദെൻ നമ്മുടെ ടാസ്ക് ഇതാണ്, ഹൗ ടു കൺസ്ട്രക്ട് ജി ഓഫ് എക്സ് വൈ. ഞാൻ പറഞ്ഞു ഇത് CSIR ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 2 എണ്ണത്തിൽ ഈ ചോദ്യം ഉണ്ടാകും. 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, എന്നിട്ട് കൺസ്ട്രക്ട് ഗ്രീൻസ് ഫംഗ്ഷൻ എന്നുള്ള ഡയറക്റ്റ് ചോദ്യമായിരിക്കും. 5 മാർക്കും ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. Consider the differential equation d square by dx d square y by dx square plus x square y equal to f of x. Then ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇതിലേക്ക് മാറ്റുവാണെങ്കിൽ എന്ത് കിട്ടും? L ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതിൽ നിന്ന് L എന്ത് കിട്ടും? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്ര എഴുതിയെടുത്തോ? ഒന്നുമില്ല, നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു, അതിൽ നിന്ന് നമ്മൾ L എന്താന്ന് എടുത്ത് എഴുതി, അത്രേ ചെയ്തിട്ടുള്ളൂ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ.
Step 1. Consider the corresponding homogeneous differential equation. Corresponding homogeneous differential equation എങ്ങനെ വരും? d square by dx square y plus x square y equal to 0. ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം. y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ലെറ്റ് ഞാൻ വിചാരിക്കുകയാണ് ലെറ്റ് m1 and m2 be the roots. റൂട്ട് ഞാൻ ഇവിടെ കണ്ടെത്തുന്നില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് m1 and m2. ഈ m1 m2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നുള്ളത് എങ്ങനെ കിട്ടും? a e raised to m1x. ഞാൻ ഒരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത്. ഇതിന്റെ റൂട്ട് m1 m2 ആണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ റൂട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂട്ട് എടുക്കുമ്പോൾ m1 m2 എന്ന് കിട്ടി. അത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു എന്ത് കിട്ടും? a e raised to m1x plus b e raised to m2x. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കുറെ ചെയ്തതാ. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ദെൻ എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം. സ്റ്റെപ്പ് 2. നമ്മൾ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ രണ്ടെണ്ണം ആക്കി എടുക്കണം. ഒന്ന് x ലെസ് ദാൻ y എന്ന് എടുക്കുക. y1 of x equal to c1 e raised to m1x plus c2 e raised to m2x. Then രണ്ടാമത്തത് x greater than y. x less than y യും x greater than y യും എന്ന് പറഞ്ഞ് നമ്മൾ ഈ സൊല്യൂഷനെ രണ്ടാക്കുന്നുണ്ട്. y2 of x equal to c2 c3 e raised to m1x plus c4 e raised to m2x. അതായത് ഒന്നും ചെയ്തില്ല, നമുക്ക് കിട്ടിയ കോംപ്ലിമെന്ററി ഫംഗ്ഷനെ എക്സ് ലെസ് ദാൻ വൈ എന്നും എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നും പറഞ്ഞ് നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്തു. അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. സ്റ്റെപ്പ് 3 അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. സർ ആ പ്രീവിയസ് പേജ് ഒന്ന് നമുക്ക് 4 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടെത്തുക എന്നുള്ള സ്റ്റെപ്പ്, പിന്നീട് എക്സ് ലെസ് ദാൻ വൈക്കും എക്സ് ഗ്രേറ്റർ ദാൻ വൈയിലും ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ദെൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തരൂ കേട്ടോ. അങ്ങനെ ആ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y1 of x equal to സംതിങ് എന്ന് കിട്ടി, y2 of x equal to സംതിങ് എന്ന് കിട്ടി. നമ്മുടെ ഉത്തരമായി. ഇത് കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് ഫംഗ്ഷൻ എടുത്ത് എഴുതുകയാണ്. ഗ്രീൻസ് ഫംഗ്ഷൻ g of xy equal to y1 of x y2 of y divided by Wronskian of y1 y2. Wronskian കണ്ടുപിടിക്കാനൊക്കെ കുറെ ചെയ്തതല്ലേ. അത് എക്സ് ലെസ് ദാൻ വൈ എന്ന് എഴുതുക. ദെൻ y1 of y y2 of x divided by Wronskian x greater than y. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ. y1 of y y2 of x എന്നൊക്കെ എടുക്കാം.
രണ്ട് വേരിയബിൾ ആയിരിക്കണം, എക്സും വൈ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് രണ്ട് ഉത്തരം കിട്ടും, എക്സ് ലെസ് ദാൻ വൈയും എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ. ഇത്രേ ഉള്ളൂ, ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. 5 മാർക്കിന്റെ ചോദ്യമാണ്. റോൺസ്കിയൻ എന്താണെന്ന് ഒന്നുകൂടെ എഴുതാം. റോൺസ്കിയൻ ഈക്വൽ ടു ഡിറ്റർമിനന്റ് y1 y2 ഡിവൈഡ് y1 ഡാഷ് y2 ഡാഷ്. ഇതാണ് റോൺസ്കിയൻ. y1ഉം y2ഉം പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യലും, അതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ റോൺസ്കിയൻ ആയി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നമുക്ക് ആദ്യം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അതിൽ നിന്ന് കറസ്പോണ്ടിങ് കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ കണ്ടെത്തണം, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സ്പ്ലിറ്റ് ചെയ്യണം. എക്സ് ലെസ് ദാൻ വൈക്കും എക്സ് ഗ്രേറ്റർ ദാൻ വൈയിലും സ്പ്ലിറ്റ് ചെയ്യണം. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സൊല്യൂഷൻ എഴുതുക. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു y1 of x y2 of y ഡിവൈഡ് ബൈ റോൺസ്കിയൻ. അത് എക്സ് ലെസ് ദാൻ വൈ ആണ്. നിങ്ങൾക്ക് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് ഇങ്ങോട്ടും മാറിയാൽ പ്രശ്നമൊന്നുമില്ല. ദെൻ അടുത്തത് y1 of y y2 of x ഡിവൈഡ് ബൈ റോൺസ്കിയൻ, അത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. രണ്ട് സൊല്യൂഷൻ കിട്ടും, എക്സ് ലെസ് ദാൻ വൈയും എക്സ് ഗ്രേറ്റർ ദാൻ വൈയും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ പ്രശ്നമില്ല എന്ന് വിചാരിച്ചാല് നിങ്ങൾക്ക് ആൻസർ കീ കാണുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവര് എക്സ് ലെസ് ദാൻ വൈ ഏതാ എടുത്തത്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഏതാ എടുത്തതെന്ന്. സർ, ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണുന്ന ഒരു ഇതില്ലേ, അപ്പൊ നമ്മള് സാധാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മാതിരി കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞ പോലെ അതുപോലെ സോൾവ് ചെയ്യണ്ടേ? ചെയ്യണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അതേപോലെ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മള് അസ്യൂം ചെയ്യലല്ലോ പറഞ്ഞത്. ഇല്ല, ഈ സൊല്യൂഷൻ അല്ല ഇട്ട് കൊടുക്കേണ്ടത്. അല്ല, ഈ സൊല്യൂഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയല്ല, ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെയാ കിട്ടിയെന്ന് ഞാനിപ്പോ കൺസിഡർ ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, construct ഗ്രീൻസ് ഫംഗ്ഷൻ. ഇത് ആരും ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, കാരണം ചോദിക്കുന്ന ചോദ്യമാണ്, 5 മാർക്കിന്റെ ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്. ചിന്തിക്കാൻ ഒന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. construct ഗ്രീൻസ് ഫംഗ്ഷൻ of the following boundary value problem. y double dash of x equal to f of x. ഇതാണ് ചോദ്യം. പിന്നെ ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്, y of 0 equal to 0 for x less than y, y of 1 equal to 0 for x greater than y. ഇത്രേ ഉള്ളൂ ചോദ്യം, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ d square by dx square d square y by equal to 0. ഞാൻ ഇതിനെ വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്യുക, കാരണം വേറെ ഒന്നുമില്ലല്ലോ, വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്തു. dy by dx equal to a constant. ദെൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇന്റഗ്രേറ്റ് ഇതിനകത്ത് നമ്മൾ എടുത്ത സ്റ്റെപ്പ് ഒന്നും, അതായത് m1 റൂട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചോദ്യ. dy by dx equal to a constant c. ദെൻ ഞാൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. c1 എടുത്തോട്ടോ. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y equal to c1x plus c2. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ.
കറസ്പോണ്ടിങ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു c1x പ്ലസ് c2 എന്ന് കിട്ടി. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ? y നോട്ട് ഓഫ് c അല്ല ഇതിന്റെ ഇനി എന്താ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? x ലെസ് ദാൻ വൈയും x ഗ്രേറ്റർ ദാൻ വൈ എന്നും പറഞ്ഞ് രണ്ട് സൊല്യൂഷൻ എഴുതണം. y1 ഈക്വൽ ടു c1x പ്ലസ് c2 ഫോർ x ലെസ് ദാൻ y, y2 ഈക്വൽ ടു c1x പ്ലസ് c2 ഫോർ x ഗ്രേറ്റർ ദാൻ y. ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. Applying boundary condition. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? ഫോർ എക്സ് ലെസ് ദാൻ വൈ, വൈ നോട്ട് ഈക്വൽ ടു 0. ദെൻ എക്സ് ലെസ് ദാൻ വൈയില് നമ്മുടെ സൊല്യൂഷൻ എന്താ? y1 ഈക്വൽ ടു c1x പ്ലസ് c2. അതിലേക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ 0 ഈക്വൽ ടു c2 എന്ന് കിട്ടും. ദെൻ നമ്മുടെ സൊല്യൂഷൻ y1 ഈക്വൽ ടു c1x. ഇവിടെ വേറെ ബൗണ്ടറി കണ്ടീഷൻ ഒന്നും തരാത്തത് കൊണ്ട് c1 നമുക്ക് കണ്ടെത്താൻ മാർഗമൊന്നുമില്ല. അപ്പൊ നമ്മൾ c1x എന്ന് തന്നെ എഴുതും. ദെൻ x ഗ്രേറ്റർ ദാൻ വൈക്ക് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? y ഓഫ് 1 ഈക്വൽ ടു 0. y ഓഫ് 1 ഈക്വൽ ടു 0. അത് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈയില് നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? y2 ഈക്വൽ ടു c1x പ്ലസ് c2. ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 ഈക്വൽ ടു c1 പ്ലസ് c2 എന്ന് കിട്ടും. c2 ഈക്വൽ ടു മൈനസ് c1 എന്ന് കിട്ടും. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ y2 ഈക്വൽ ടു c1 ഇൻറ്റു x മൈനസ് 1 എന്ന് കിട്ടും. ദെൻ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ഗ്രീൻസ് ഫംഗ്ഷൻ എഴുതിയാൽ മതി. g ഓഫ് അല്ല, ഇനി റോൺസ്കിയൻ കണ്ടെത്തണം. y1 y2 y1 dash y2 dash is equal to c1x c1 into x minus 1. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ c1, അയ്യോ ഒരു മിനിറ്റ് തെറ്റിപ്പോയി. y2 എന്ന് പറഞ്ഞത് y2 എന്ന് പറഞ്ഞതേ നമ്മൾ ആദ്യം എടുത്ത കോൺസ്റ്റന്റ് y2 ന് എടുക്കരുത്. ആ കോൺസ്റ്റന്റ് വേറെയാണ്. അവിടെ c1 c2 എന്ന് എഴുതരുത്, തെറ്റിപ്പോയതാണ്. നമ്മൾ y1 ന് കോൺസ്റ്റന്റ് എന്തെടുത്തു? c1x പ്ലസ് c2. അത് x ലെസ് ദാൻ y. അത് വേറെ ഫംഗ്ഷൻ. y2 ഈക്വൽ ടു കോൺസ്റ്റന്റ് മാറ്റി എടുക്കണം, d1x പ്ലസ് d2. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? d1x പ്ലസ് d2. d1 പ്ലസ് d2. d2 ഈക്വൽ ടു d1 എന്ന് കിട്ടും, മൈനസ് d1. ഓക്കെ. ഇവിടെ എന്ത് കിട്ടും? d1 അല്ല, ഇവിടെ അല്ലല്ലോ, ഇവിടെ മാറും. d1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് c1 തന്നെ, ഇതിന്റെ ഡിഫറൻഷ്യലും d1 തന്നെ. ഇതിന്റെ റോൺസ്കിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? c1 d1
മൈനസ് C1 D1 ഇൻറ്റു C1 D1 ഓക്കെ C1 D1x മൈനസ് C1 D1 ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടും. ആൻസർ C1 D1 കിട്ടും. വ്രോൺസ്കിയൻ ചെയ്തു നോക്കിയോ. ആ പോയിന്റ് മനസ്സിലായല്ലോ. എക്സ് ലെസ് ദാൻ വൈക്കും എക്സ് ഗ്രേറ്റർ ദാൻ വൈക്കും കോൺസ്റ്റന്റ്, നമ്മുടെ ഫംഗ്ഷന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് രണ്ടും ഡിഫറെന്റ് ആയിട്ട് എടുക്കണേ. അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? എക്സ് ലെസ് ദാൻ വൈക്കും എക്സ് ഗ്രേറ്റർ ദാൻ വൈക്കും ഒരേ സൊല്യൂഷനാന്ന് ഉള്ള രീതിയിൽ വരും. അങ്ങനെ ചെയ്യരുത്. ഇവിടം വരെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ എഴുതാം. ഗ്രീൻസ് ഫംഗ്ഷന്റെ ജനറൽ ഫോർമുല എങ്ങനെയായിരുന്നു? g of xy equal to y1 of x y2 of y divided by Wronskian. അത്രയല്ലേ ഉള്ളൂ. for x less than y y1 of y y2 of x divided by Wronskian for x greater than y. ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ ഇതാണ്. ദെൻ g of xy നമ്മുടെ ഈ കേസിൽ എങ്ങനെ കിട്ടും? y1 എന്താ? c1x അല്ലേ? c1x y2 എന്ന് പറഞ്ഞാലോ d1 ഇൻറ്റു ഇവിടെ y2 ഓഫ് y ആണ്, എക്സിന് പകരം y വരും, y മൈനസ് 1 ഡിവൈഡ് ബൈ Wronskian c1 d1 for x less than y. Then ഇവിടെ c1 of y d1 of y minus 1 divided by c1 d1 for x greater than y. ഈ c1 ഉം d1 ഉം കട്ട് ചെയ്തു പോകും. g of xy equal to x into y minus 1 ഇവിടെ y into ഇവിടെ x ആണ്, y1 of y y2 of x, okay, y into x minus 1 x less than y x greater than y. ഇതാണ് ഉത്തരം. ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ചോദ്യമാണ്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, ഒരു ചോദ്യം തരാം, നിങ്ങൾ ചെയ്യണം. ഹലോ സർ, ഒരു മിനിറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതി? ഈ സ്റ്റെപ്പാ ഏറ്റവും ലാസ്റ്റ്. അത് c1 ഉം d1 കട്ട് ചെയ്ത് പോയതാ. ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. സിംപ്ലിഫൈ ചെയ്താണല്ലേ? വെറുതെ കട്ട് ചെയ്തു എന്നുള്ളൂ, സിംപ്ലിഫൈ ചെയ്തു. ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? g of xy നിങ്ങൾ ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. d square by dx square minus k square y of x equal to f of x. ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. y of 0 equal to 0 for x less than y. y of L equal to 0 for x greater than y. ഇത് ചെയ്യണം. ചെയ്തോ?
അജേഷ് എന്ന് വരുമോ? അജേഷ് അജേഷ് ഇല്ല. ഷഹന ഒന്ന് വരുമോ? ഷഹന ഓക്കെ ഓക്കെ. ഷഹന ഈ പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം ഫോമില്. കറസ്പോണ്ടിങ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടെത്താം. കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഓക്കെ, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടെത്താം. അപ്പൊ എങ്ങനെ കണ്ടെത്തും? ഡി സ്ക്വയർ മൈനസ് ഇന്റഗ്രേറ്റ് ചെയ്യണ്ട. മറ്റേത് നമുക്ക് ഡയറക്റ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 റൂട്ട് കണ്ടെത്തണം. അപ്പം ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ. പ്ലസ് ഓർ മൈനസ് കെ. ഇപ്പൊ എന്ത് കിട്ടി? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് കിട്ടി. അതിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ y is equal to എനിക്ക് ഓർമ്മയില്ല. C1 e raised to kx plus C2 e raised to minus kx. നമ്മുടെ റൂട്ട് m1 ഉം m2 ഉം ആണെങ്കിൽ എന്തായിരുന്നു? y equal to C1 e raised to m1x plus C2 e raised to m2x. അതേപോലെ ഇവിടെ m1 ഉം m2 നും പകരം k യും മൈനസ് k. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ട് y1 ഉം y2 വെച്ചിട്ട് എഴുതണം. അതായത് x ലെസ് ദാൻ y ഉം x ഗ്രേറ്റർ ദാൻ y എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യണം. y1 ഈക്വൽ ടു c1 e raised to kx plus c2 e raised to minus kx x less than y. y2 equal to c1 e raised to kx. അവിടെ ഒരേ കോൺസ്റ്റന്റ് എടുക്കരുത്, കോൺസ്റ്റന്റ് മാറ്റണം. ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഡി എടുക്കണ്ട, ഒരു C3 എടുക്കാം. ഇഷ്ടമുള്ള എടുക്കാം. C3 e raised to kx plus C4 e raised to kx e raised to minus kx x greater than y. നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കണം. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ എന്താ തന്നേക്കുന്നേ? y of 0 is equal to 0. y of 0 equal to 0 for x less than y അല്ലേ? x less than y. രണ്ടാമത്തെ y of 1 ആണോ? അല്ല, y of അല്ല. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ ചെയ്തിട്ട് പോവാ. x less than y ക്ക് നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? y1 equal to c1 c1 e raised to kx c1 e raised to kx plus c2 e raised to minus kx. അതിന് ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ y of x is equal to 0 equal to c1 e raised to kx 0 c1 plus c2. c1 plus c2. ഓക്കെ, then c2 equal to minus c1 എന്ന് എഴുതാലോ. അതിന് c2 is equal to minus c1.
ആ സംഭവം ഇട്ട് കൊടുത്താൽ y1 ഈക്വൽ ടു c1 e y1 raised to equal kx. to c1 e raised to kx ആ minus c1 e raised to minus kx. c1 ഞാൻ ഇതിനകത്തേ c1 പുറത്തെടുത്തു. c1 into ആ e raised to kx minus e raised to minus kx. യെസ്. ഈ സാധനം എന്താ ഇത്? psi എന്താ ഒരു മിനിറ്റ് e raised to നോക്കട്ടെ. ഒന്നുമില്ല. അപ്പോൾ ഇതെന്ത് കിട്ടും? ഇതെന്താ സാധനം? ഹൈപ്പർബോളിക് സൈൻ ഹൈപ്പർബോളിക് സൈൻ ഹൈപ്പർബോളിക് kx ആണ്. അതേപോലെ ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ചെയ്യണം. y2 equal to c3 ആ e raised ബൗണ്ടറി to കണ്ടീഷൻ എന്ന് kx. പറഞ്ഞാൽ y of l equal to 0 അല്ലേ? Then അപ്പൊ എന്ത് കിട്ടും? y of l is to 0. y2 equal to കൊടുക്കും. 0 c3. equal to c3 e raised to kl. അല്ല ആദ്യം ആ സൊല്യൂഷൻ പറ. c3 ഇത് x c3 e greater than raised y to അല്ലേ? kx. c3 e raised to kx plus c4 e raised to minus kx. ആ c3 e raised to kl plus c3 e y2 raised to minus kl. 0. ആ 0 equal to kl plus c4 e raised to minus kl. ഞാൻ ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. c3 e raised to kl equal to minus c4 e raised to minus kl. c3 equal to minus c4 e raised to minus 2k എന്ന് ഞാൻ എഴുതി. 2k അതായത് e raised to kl നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ആ ഡിനോമിനേറ്റർ വരുമ്പോൾ e raised to minus kl by e raised to kl. ഇതിനെ ഞാൻ മേളിലേക്ക് കൊണ്ടുപോകുമ്പോൾ e raised to minus 2kl. 2kl. ഓക്കെ, ഇനി അത് അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ y2 equal to minus c4 e raised to minus 2kl plus c4 e raised to minus kl. ഇതവിടെ പോയി. ഏതാ? e raised to kx ഉണ്ട് അവിടെ. e raised to kx. അപ്പൊ minus c4 e raised to minus 2kx minus 2kl అని ഇതുണ്ട്. എങ്ങനെ? kl അല്ലേ? kx അല്ലല്ലോ. ഇത് x അല്ലല്ലോ, kl അല്ലേ? നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ ഇട്ടുകൊടുത്ത് എന്തിനാ? ഈ കോൺസ്റ്റന്റ് കണ്ടെത്താൻ. അപ്പൊ നമുക്ക് ഈ c3 അത് കിട്ടി. സോറി മനസ്സിലായി. ഞാൻ ഇതിനകത്ത് ഒരു ഞാൻ ഇതിനകത്ത് c3യും e raised to minus kലും കൂടെ വെളിയിൽ എടുക്കാൻ പോവാ. c4 ആണോ? സോറി, c4ഉം e raised to minus kലും കൂടെ വെളിയിൽ എടുക്കാൻ പോവാ. അതായത് എന്തിനാണെന്നറിയോ? ഒരു നമ്മളിവിടെ സൈൻ ഹൈപ്പർബോളിക് kx എടുത്തല്ലോ. അപ്പം നമ്മുടെ ഈ സാധനത്തിനെ അങ്ങനെ എന്തെങ്കിലും ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആക്കണം. ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാൻ ഇവിടെ c4 e raised to minus kl വെളിയിലെടുത്തു. അപ്പൊ എന്ത് കിട്ടും? മൈനസ് e raised to kl minus kl e raised to kx plus e raised to minus kx. അത്രേ ഉള്ളോ? അപ്പൊ ഇതിനെ അകത്തേക്ക് എടുത്ത് അല്ല അപ്പുറത്തേക്ക് പോകുമ്പോ kx ആണ് അവിടെ. ബൈ ഡിവൈഡഡ് ബൈ e raised to kl കൊണ്ട് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ e raised to minus kl. അത് e raised to kl. ഓക്കെ, kl കൊണ്ട് ചെയ്തു. അപ്പം ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം?
ഒരു മിനിറ്റ്, ഞാൻ ഇന്നത് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇ റേസ് ടു കെ ഇൻറ്റു എൽ മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ ഈ ടേമാണ് ഇത്. ഇ റേസ് ടു കെനെ ഞാൻ വെളിയിലെടുത്തു, അപ്പൊ എൽ മൈനസ് എക്സ് ഉണ്ട്. എക്സ് മൈനസ് എൽ ആണോ വരിക? ഈ ടേമാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പൊ കെനെ വെളിയിലെടുത്തപ്പോ എൽ മൈനസ് എക്സ്. ഈ ഫസ്റ്റ് ടേമില് മൈനസ് ഉണ്ട്, ഞാൻ അവിടെ ഇ റേസ് ടു മൈനസ് കെ വെളിയിലെടുത്തു, അപ്പം എൽ മൈനസ് എക്സ് എന്ന് വരും. വരില്ലേ? വരും. ഓക്കെ, ഉറപ്പാണോ വരുമെന്ന്? ആദ്യത്തെ മൈനസ് കെ പുറത്തെടുത്തപ്പോ രണ്ടാമത്തേൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മൈനസ് കെ പുറത്തേക്ക് എടുക്കുമ്പോ എൽ മൈനസ് എക്സ് വരും. ആദ്യത്തേല് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ മൈനസ് ഇ റേസ് ടു കെ വെളിയിലെടുക്കാം. കെ രണ്ടിലും കോമൺ ഉണ്ടല്ലോ, അപ്പം എക്സ് മൈനസ് എൽ വരും അല്ലേ ആദ്യത്തെ ടൈം? അല്ലേ? ഇ റേസ് ടു മൈനസ് കെ എൽ ഇ റേസ് ടു പ്ലസ് ഇ റേസ് ടു കെ വെളിയിലെടുത്തു ഇവിടെ, അപ്പം എൽ മൈനസ് എക്സ് എന്ന് കിട്ടും. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഈ ഫസ്റ്റ് ഈ ടേമിനെ ആദ്യം എഴുതുവാണെങ്കിൽ ഇ റേസ് ടു കെ ഇൻറ്റു എൽ മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു, നമുക്കിതിനെ സൈൻ ഹൈപ്പർബോളിക് എഴുതണമെങ്കിൽ ഇത് രണ്ടും ഒരേപോലെ വരണം. അപ്പൊ നാം ഒരു മൈനസ് വെളിയിലെടുത്തു, എൽ മൈനസ് എക്സ്. അപ്പൊ ഇതെന്ത് കിട്ടും? 2 സൈൻ ഹൈപ്പർബോളിക് കെ ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് കിട്ടും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പൊ y2 എന്താ കിട്ടിയത്? d1 e raised to kl 2 sin hyperbolic l minus x അല്ലേ? l minus x. ഓക്കെ, y1 എന്തായിരുന്നു? c1 y1 equal to c1 c1 അല്ല 2c1 sin hkx. k ഉണ്ടല്ലേ സൈൻ? ഇവിടെയും k ഇല്ലേ? മേളിലും k ഉണ്ട്. ഇതിന്റെ റോൺസ്കിയൻ കാണണം. ആദ്യം y1 ഉം y2 എഴുതുക, അതിന്റെ ഡെറിവേറ്റീവ് താഴെ വരിക. ഇൻറ്റു കെയും കൂടെ വരും. സർ y2ന്റെ കൂടെ ഇ റേസ് ടു മൈനസ് കെ എൽ അല്ലായിരുന്നോ? മൈനസ് കെ എല്ലാണോ നമ്മൾ വെളിയെടുത്തേ? അല്ലേ? c4 ഏകദേശം മൈനസ് കെ അല്ല. ഇൻറ്റു മൈനസ് കെ കോസ് എച്ച് കെ ഇൻറ്റു എൽ മൈനസ് എക്സ്. 2c1 d1 sin e raised to minus kl sin hkx
അവിടെ 4 വരില്ലേ? ഇവിടെ 2 ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, 2 വരും. 4 വരും. ഒരു മിനിറ്റ്, ഇവിടെ 2 ഇല്ലേ? ഓക്കെ, 4 വരും. cos C1 K cos minus ഇതിനകത്തുനിന്ന് ഞാൻ -4 C1 D1 K വെളിയിൽ എടുക്കുകയാണെങ്കിൽ sin h kx cos h k l minus x L minus x sin h k l minus x cos h kx plus sin h k L minus 6 cos h kx. ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷനും നമ്മുടെ സൈൻ ഹൈപ്പർബോളിക് a പ്ലസ് ബി എന്ന് പറഞ്ഞാല് സൈൻ ഹൈപ്പർബോളിക് എ കോസ് ഹൈപ്പർബോളിക് ബി പ്ലസ് കോസ് ഹൈപ്പർബോളിക് എ സൈൻ ഹൈപ്പർബോളിക്. ഈ റിലേഷൻ വാലിഡ് ആട്ടോ സൈൻ ഹൈപ്പർബോളിക്കിന്റെ കേസിലും. അപ്പൊ നമുക്ക് -4 C1 D1 K e raised to minus KL sin h sin of kx kx plus k into L minus x എന്ന് എഴുതാം. അങ്ങനെ എഴുതി കൂടെ? അങ്ങനെ എഴുതുമ്പം ഈ kx ഉം മൈനസ് kx ഉം കട്ട് ചെയ്തു പോകും. അപ്പൊ എന്ത് കിട്ടും? വ്രോൺസ്കിയൻ അവസാനം വ്രോൺസ്കിയൻ അവസാനം എന്ത് കിട്ടും? -4 C1 D1 K e raised to minus KL sin h KL sin h KL. Okay. KL. Then g of xy എഴുതുക. G of xy equal to y1 എന്തായിരുന്നു? 2 C1 sin h k sin h kx K L minus x sin h kx പിന്നെ ഒരു g of xy യുടെ ജനറൽ ഫോർമുല എന്താ? y1 of x y2 of y x less than y y1 of y y2 of x x greater than y. y2 of y y1 of y. ഇങ്ങനെ എഴുതുമ്പോ ഇനി എന്ത് കിട്ടും? y1 2c1 sin kx kx y2 of y 2 d1 e raised to minus kl
sin hyperbolic k into L minus y sin h k l minus y. divided by Wronskian minus 4 c1 d1 k C1 e raised to minus k kl minus k sin sin h h k x less than y. Then അടുത്ത solution 2c1 sin h k y 2d1 e raised to minus kl sin h k into L minus x sin h k into L minus x minus 4 c1 d1 k minus e raised to C1 minus D1 kl sin minus h k k. sin h k. ഇതാണ് ഉത്തരം. ആർക്കെങ്കിലും ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുവോ? റോൺസ്കിയൻ കണ്ടുപിടിച്ച ഒന്നുമില്ല കേട്ടോ. റോൺസ്കിയൻ കണ്ടുപിടിച്ചതില് സാധാ നമ്മൾ ചെയ്യുന്ന അതേ തന്നെയാ. ഇതിൽ കുറച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ല. ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് സൈൻ എച്ച് എ പ്ലസ് ബി ആക്കുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഒരെണ്ണം കൂടെ ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മൈക്ക് ഓഫ് ആയിക്കോട്ടെ. d square y by dx square plus y equal to f of x. Boundary condition y of 0 equal to 0, x less than y, y of pi by 2 equal to 0, x greater than y. ഇത് നിങ്ങൾ തന്നെ ചെയ്യണേ. സൊല്യൂഷൻ ഉത്തരം ഞാൻ പറയാം, നിങ്ങൾ ചെയ്തു തുടയ്ക്കോ, എന്നിട്ട് ഈ ഉത്തരം കിട്ടണ്ടോ നോക്കിയാൽ മതി. g of xy equal to minus cos y sin x, x less than y, minus sin y cos x, x greater than y. ഈ ഉത്തരം കിട്ടുമോ നോക്കിയേ, ഞാൻ ചോദിക്കും. ശരി, ഈ ഉത്തരം കിട്ടണ്ടോ നോക്കാം. ഗ്രീൻസ് ഫംഗ്ഷൻ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുണ്ടോ? ഡൗട്ട് അല്ല.
മുഫീദ കെ ഫൈസൽ. മുഫീദ. ആബിദ്. ഹലോ സർ, ചെയ്തോ? ചെയ്തോണ്ടിരിക്കുക. ചെയ്തിട്ട് വേഗം ഒന്ന് ഉത്തരം പറയട്ടോ. ഓക്കെ. മൈക്ക് ഓഫ് ആയിക്കോ. ഈ പ്രോബ്ലം ഇനി ആർക്കെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരണമെന്നുണ്ടോ? വേണമെങ്കിൽ ഈ എക്സാമും കൂടെ പറഞ്ഞു തരാം, അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ മാത്രം. വേണ്ടല്ലേ? സർ അതിൽ y1 y2 ഏതാ കിട്ടിയത്? നോക്കട്ടെ. d² y by dx². C1 e raised to ix plus C2 e raised to minus ix. ഓ, നിങ്ങളവിടെ cos x എടുത്തിട്ടുണ്ടാവല്ലേ? cos x plus sin x. C1 cos x plus C2 sin x എടുത്തിട്ടുണ്ടാവും. അതിട്ട് ചെയ്താലും കിട്ടും, ഉത്തരം കിട്ടും. അറിയണ്ടേ? ആ ചെയ്യുന്നവര് നിർത്തിയിട്ട് നോക്കിയേ, നിങ്ങൾക്ക് d equal to plus or minus I എന്ന് കിട്ടി. ആൽഫ പ്ലസ് ഐ ബീറ്റ വന്നാൽ ഞാൻ സൊല്യൂഷൻ പറഞ്ഞായിരുന്നു. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ YCF equal to e raised to alpha x into C1 cos beta x plus C2 sin beta x. ഇങ്ങനെ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞായിരുന്നു. ഈ C1 cos beta x അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇതിന് ഇങ്ങനെ അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഉണ്ട്. e raised to alpha x into e raised to alpha x ഇല്ല, C1 e raised to ikx plus C2 e raised to minus ikx. kx അല്ല, beta x. C1 e raised to I beta x plus C2 e raised to minus I beta x. ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൂടി ഇതിനുണ്ട്. d equal to plus or minus alpha plus or minus I beta വന്നാൽ, ഒന്നുകൂടെ പറയാം, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണ് വരുന്നതെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എടുത്തത് ഇതാണ്. e raised to alpha x C1 cos beta x plus C2 sin beta x. ഇതിന്
ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൂടി ഉണ്ട്. C1 e raised to I beta x plus C2 e raised to minus I beta x. നമുക്ക് നമ്മുടെ ഉത്തരം നോക്കിയിട്ട് വേണം ഏത് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ. ഒന്നല്ലെങ്കിൽ സൈൻ കോസ് ടൈമിൽ എടുക്കാം, അതാണ് ഉത്തരം എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇ റേസ് ടു ഐ എക്സ്പോണൻഷ്യൽ ഇങ്ങനെയാണ് തരുന്നതെന്ന് നോക്കുക. അപ്പം കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ രണ്ടാമത്തെ എടുക്കാം അല്ലെങ്കിൽ ഒന്നാമത്തെ എടുക്കാം. നിങ്ങളിവിടെ ഒന്നാമത്തെ എടുത്ത് ചെയ്ത് നോക്കിയോ, എങ്ങനെ വരിക നോക്കാം. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? നമ്മുടെ റൂട്ട് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് വരും. ഇതിന്റെ നമ്മുടെ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് C1 e റൈസ് ടു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. ചില സിറ്റുവേഷനിൽ നമുക്ക് ഇ റൈസ് ടു ഐ ബീറ്റ എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ബീറ്റ എക്സ് എന്ന് എടുക്കാം. ഇത് രണ്ടും സെയിം റിസൾട്ട് ആണ്. ഈ കോൺസ്റ്റന്റ് ആയിരിക്കും അതിനെ ഡിറ്റർമൈൻ ചെയ്യുക. ഇതിൽ ഏത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് നോക്കുക. ആൻസറിൽ എക്സ്പോണൻഷ്യൽ ടേബിളാണോ അതോ സൈന്റെയും കോസിന്റെയും ടേബിളാണോ എന്ന്. എക്സ്പോണൻഷ്യൽ ടേബിളാണെങ്കിൽ ഇത് എടുക്കുക, സൈന്റെയും കോസിന്റെയും ടേബിളാണെങ്കിൽ ഒന്നാമത്തെ റിസൾട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ YCF ഈക്വൽ ടു ഇവിടെ സൈന്റെയും കോസിന്റെയും ടേബിളല്ലേ, പിന്നെ എടുത്താൽ മതി cos x plus sin x. Wronskian equal to
ഉത്തരം കിട്ടി. ആർക്കെങ്കിലും ഇതില് ഗ്രീൻസ് ഫംഗ്ഷന് ഡൗട്ട് ഉണ്ടോ? ഇനി ഗ്രീൻസ് ഫംഗ്ഷന് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോണേ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്. നമ്മൾ നിങ്ങളോട് ചോദിക്കുക വേറെ ഐഡിയ ഒന്നും തന്നിട്ടായിരിക്കില്ല. കൺസ്ട്രക്ട് ദ ഗ്രീൻസ് ഫംഗ്ഷൻ, എന്നിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, ബൗണ്ടറി കണ്ടീഷൻ തരും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ആ മൈക്കൊന്ന് ഓഫ് ആയിക്കോളൂ കേട്ടോ. ഈ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലം ഭയങ്കര ഡയറക്റ്റാ. ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് ഫൊറിയർ ട്രാൻസ്ഫോം പ്രോബ്ലത്തിൽ തരും. ചോദ്യത്തിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇങ്ങനെയാ ചോദ്യം. പ്രീവിയസ് ഇയർ CSIR ക്വസ്റ്റ്യൻ ആണിത്. ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is defined as minus infinity to plus infinity f of x e raised to I kx dx. Find the Fourier transform of 1 by x square plus a square. ഒന്നുമില്ല, ഇത് ഡയറക്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 1 by x square plus a square e raised to I kx dx. ഇതിന്റെ ഫോർമുല ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ? ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിലേ ഇതിന് മുമ്പ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ പഠിക്കണം. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ചോദ്യം എഴുതിയിട്ട് ആ സ്പേസ് അങ്ങ് കിട്ടോ, ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊന്നുമില്ല, ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ അറിയുമ്പോൾ അതിപ്പോ പറയുന്നില്ല, അടുത്ത ദിവസം കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ പറയാം. ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്നൊന്ന് പറയാം. ഞാനേ ഈ പ്രോബ്ലം ചെയ്യാത്ത എന്താന്ന് വെച്ചാല്, ഇത് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എടുക്കണം. അത് എടുത്തിട്ടില്ല, അത് നാളെ മറ്റന്നാളോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഈ പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാനുള്ള സ്പേസ് വിടുക. അത് കഴിഞ്ഞിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം എന്താന്ന് പറയാം. ഫൊറിയർ ട്രാൻസ്ഫോം ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ ഒന്നുമില്ല. ഒരു ഡൊമൈനിൽ നിന്ന്, എക്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ നിന്ന് പി എന്ന് പറയുന്ന ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഇക്വേഷൻ ആണ് ഫൊറിയർ ട്രാൻസ്ഫോം. അത്രേ ഉള്ളൂ. എഫ് ഓഫ് പി ഈക്വൽ ടു, പി എടുക്കണ്ട, എഫ് ഓഫ് കെ എന്ന് പറയുന്ന ഡൊമൈൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 by root 2 pi
minus infinity to plus infinity f of x e raised to I kx dx. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ. f of k equal to 1 by root 2 pi minus infinity to plus infinity f of x e raised to I kx dx. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് f of x എന്ന് പറയുന്ന x എന്ന് പറയുന്ന ഡൊമൈനിൽ നിന്ന് k എന്ന് പറയുന്ന ഡൊമൈനിലേക്ക് ഫംഗ്ഷനെ കൺവേർട്ട് ചെയ്യുകയാണ്. അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ മൈനസ് ഇല്ല, മൈനസ് പക്ഷെ ചില ഇൻവേഴ്സിനല്ലേ ശരിക്കും? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ IKX? അതിലൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറയാം. മൈനസ് ഇല്ല, പക്ഷെ മൈനസും പ്ലസും ഇട്ട് ചെയ്യുന്നവരുണ്ട്. മൈനസും ചെയ്യും പ്ലസും ചെയ്യും. അല്ല, മൈനസ് ഫോറിയർ ട്രാൻസ്ഫോം പ്ലസ് വരുന്നത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ? അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തു, അതില് പ്ലസ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സിൽ മൈനസ് ആയിരിക്കും. അങ്ങനെയാണ്. അല്ലാതെ പ്ലസും മൈനസും വരുന്നത് ട്രാൻസ്ഫോമിന് ഇൻവേഴ്സൊന്നും അല്ല. ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഇൻവേഴ്സിന് മൈനസ് ആയിരിക്കും. അങ്ങനെയാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ കുറച്ചു മുമ്പിട്ട ചോദ്യം ഇല്ലേ, ഇത് അവർ ഇങ്ങനെ തന്നെയാണ് തന്നേക്കുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is defined as minus infinity to plus infinity f of x e raised to I kx dx. ഇതാണ് ആ ചോദ്യം. ഇവിടെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിന് പ്ലസ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സിന് നമ്മൾ മൈനസ് എടുക്കണം. അങ്ങനെയാണ്. അല്ലാതെ ട്രാൻസ്ഫോമിന് മൈനസും ഇൻവേഴ്സിന് പ്ലസും അങ്ങനെയല്ല. ഡൗട്ട് ആണെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് നോക്കിക്കോളൂ. ഇങ്ങനെ തന്നെയാണ്. ട്രാൻസ്ഫോമിന് നമ്മൾ പ്ലസ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സിന് മൈനസ് എടുക്കണം. ട്രാൻസ്ഫോമിന് മൈനസ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സിന് പ്ലസ് എടുക്കണം. അങ്ങനെയാണ്. ഏതായിരിക്കും ട്രാൻസ്ഫോം ആണോ? ഇവിടെ നമുക്ക് എക്സിൽ നിന്ന് കെയിലേക്കാണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് കെ ആണ് കണ്ടെത്തേണ്ടത്. എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് കെ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന്റെ ഇൻവേഴ്സ് വരുമ്പോൾ എഫ് ഓഫ് കെ ടു എഫ് ഓഫ് എക്സ് വരും. ഇത് പ്ലസ് എടുത്താൽ ഇത് മൈനസ് എടുക്കണം. അത്രേ ഉള്ളൂ ആ പ്ലസും മൈനസും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ്. കാരണം ഞാൻ പ്രീവിയസ് ചോദ്യ പേപ്പറിൽ നിന്ന് നോക്കാം, പറയാം. ആ 2018 ജൂണിലെ ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 2018 ജൂൺ ഉണ്ടോ? ഫോറിയർ ട്രാൻസ്ഫോം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി dx f of x e raised to I kx of the function. നിങ്ങൾ എഴുതിയെടുക്കണ്ട. ഫോറിയർ ട്രാൻസ്ഫോം നോട്ട് തന്നിട്ട് ചെയ്യാം. ഓഫ് ദ ഫംഗ്ഷൻ f of x equal to e raised to minus mod x is. ഇങ്ങനെയാണ് ചോദ്യം. നമുക്ക് ചോദ്യത്തിൽ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം തരും. ദെൻ എന്നിട്ട് f of x equal to e raised to minus mod x ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഉത്തരവും. ഞാൻ പറഞ്ഞു വന്നത് e raised to I kx ഉം e raised to minus I kx ഉം വരുന്നതാണ്. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിന് പ്ലസ് കെ എക്സ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സ് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് മൈനസ് കെ എക്സ് ആവും. അത്രേ ഉള്ളൂ. ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2016 ചോദിച്ചിരിക്കുന്നത്. ഇത് എഴുതിയെടുക്കണ്ട. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ
മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ കെ എക്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x²+2. ഇങ്ങനെയാണ് ആദ്യം അവർ ഫൊറിയർ ട്രാൻസ്ഫോം ക്വസ്റ്റ്യനെ ഡിഫൈൻ ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ കെ എക്സ്. ഇതിൽ നമ്മൾ എഴുതിയ ഡെഫിനിഷനിൽ √2π ഒന്നും അവർ ഇട്ടിട്ടില്ല കേട്ടോ. അവര് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലത്തിൽ അവർ ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ് ഡിഫൈൻ ചെയ്തിട്ടേ നമുക്ക് ഫംഗ്ഷൻ തരുവുള്ളൂ. അതിനോട് ഡൗട്ട് ചോദിച്ച മനസ്സിലായോ? അത് പ്ലസും മൈനസും വരിക. ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് വേറെ ബുക്ക് നോക്കൂ കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ പ്ലസിൽ ഡിഫൈൻ ചെയ്താൽ അതിന്റെ ഇൻവേഴ്സിൽ മൈനസ് ആയിരിക്കും. ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ മൈനസ് വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് പ്ലസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എക്സിലുള്ള ഒരു ഫംഗ്ഷനെ, എക്സ് എന്ന് വേണ്ട ടിയിലുള്ള ഒരു ഫംഗ്ഷനെ ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം എഫ് ഓഫ് ഒമേഗ ഈക്വൽ ടു 1/√2π ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ടി. ഇത് എഴുതിയെടുത്തോട്ടോ. ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഈക്വൽ ടു 1√2π ഇന്റഗ്രൽ 0 to infinity f of t cos omega t dt. Fourier sine transform equal to sin omega t dt. സർ അവിടെ 2/ω എന്നാണ് 2/π എന്നാണോ? ഓ 2/π ആ. ഇനി ഞാൻ നമ്മള് ആദ്യത്തെ ബേസിക്സ് എന്ന് പറഞ്ഞ കുറെ ഇന്റഗ്രേഷൻ എഴുതി തന്നിരുന്നു. അത് നമുക്ക് ഈ ഫൊറിയർ ട്രാൻസ്ഫോമിൽ വേണം. നല്ല ഹെൽപ്പ് ചെയ്യും ആ ഇന്റഗ്രേഷൻസ് ഒക്കെ. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ax² പ്ലസ് bx പ്ലസ് c dx. ഇത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? √π/a e raised to b² minus 4ac divided by 4a. അടുത്തത് ഇതിൽ നിന്ന് ഓരോ ടൈം കുറയുന്നതനുസരിച്ച് ഇവിടെ ഓരോ ടൈം കുറയും. അത്രേ ഉള്ളൂ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു ax² dx ഈക്വൽ ടു √π/a. പിന്നെ മൂന്നാമത്തത് ഇന്റഗ്രൽ 0 to infinity. ഇതൊന്നുകൂടെ എഴുതി വെച്ചോട്ടോ, എഴുതിയതാണെങ്കിലും തന്നെ. e raised to minus ax cos bx dx equal to
എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 4 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 5 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എം എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു പൈ ബൈ 2. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈൻ എം എക്സ് ബൈ എക്സ് ആണെങ്കിൽ പൈ. ഇതൊന്നുമില്ല, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ഓഡ് ആക്കിയപ്പോഴാണ് മാറ്റി വന്നത്. ഓക്കെ, പിന്നെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ കെ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് കെ. വേറൊരെണ്ണം ഇന്റഗ്രൽ സൈൻ പവർ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എൻ മൈനസ് 1 ബൈ എൻ ഇന്റഗ്രൽ സൈൻ പവർ എൻ മൈനസ് 2 എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ cos power n x dx equal to n minus 1 by n integral cos power n minus 2 x dx. അത്രയും ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യാം. ഇതിന് മുമ്പത്തെ പേജ് വന്നിരിക്കും. കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. ഈ സൈനിന്റെ ഇതെന്താ ലിമിറ്റ് എന്താ? ഇതിന് ലിമിറ്റ് ഇല്ല. ഇത് ഒന്നുമില്ല. സൈൻ പവർ എൻ എക്സ് എന്ന് വന്നാലും നമുക്ക് അതിനെ എൻ മൈനസ് 2 റെഡ്യൂസ് ചെയ്ത് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് the Fourier transform of f of t equal to n e raised to minus a square t square. Then നമ്മൾ എഫ് ഓഫ് ടീനെ നമുക്ക് എഫ് ഓഫ് ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എഫ് ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, 1/√2 പൈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ടി. അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ ക്വസ്റ്റ്യനെ അവർ ഡിഫൈൻ ചെയ്യും കേട്ടോ. നമ്മൾ വെറുതെ ആ എഫ് ഓഫ് ടി എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ബേസിക്സ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ അറിയുമെങ്കിൽ ഈ മാർക്ക് കിട്ടും. എൻ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ ടി സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ടി n/√2 പൈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസിനെ ഇതിനെ രണ്ടിനെ ഒരുമിച്ച് എഴുതിയിട്ട് ഞാൻ മൈനസിനെ വെളിയിലെടുത്തു. എ സ്ക്വയർ ടി സ്ക്വയർ മൈനസ് ഐ ഒമേഗ ടി ഡി ടി. അപ്പൊ നമ്മുടെ
ഇക്വേഷന്റെ ഫോമായി. ഇന്റഗ്രൽ e raised to minus ax square plus bx plus c. ഇവിടെ c ഇല്ലല്ലേ. ax square plus bx equal to root pi by a e raised to b square by 4a n by root 2 pi root pi by a എന്ന് പറഞ്ഞാൽ a തന്നെയാണല്ലേ. a root pi by a e raised to b square. ഇവിടെ b square എന്ന് പറഞ്ഞാൽ മൈനസ് i ഒമേഗ വരും. മൈനസ് i ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 4a which is equal to, ഞാൻ ഈ പൈയും റൂട്ട് പൈയും വെട്ടിക്കളഞ്ഞാൽ n ബൈ റൂട്ട് 2a e raised to മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 4a. ഇതാണ് ഉത്തരം. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എ സ്ക്വയർ ആണ്. ഇവിടെ ഈ ഫോർമുല ശരിയാണ്. ഇവിടെ എ സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ വരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒരു എ സ്ക്വയർ ആട്ടോ ഇത്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യനിൽ എ സ്ക്വയർ ആണ്. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ അവിടെ എ സ്ക്വയർ വരും. റൂട്ട് പൈ ബൈ എ സ്ക്വയർ വരും. e raised to b square by 4 a സ്ക്വയർ വരും. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. Find the Fourier transform of delta of t. Delta of t എന്ന് പറഞ്ഞാൽ ഡിറാക് ഡെൽറ്റ. അപ്പൊ എന്ത് കിട്ടും? Fourier transform equal to Fourier transform അല്ല, f of ഒമേഗയിലേക്കാണ് മാറ്റുന്നത്. f of omega equal to 1 by root 2 pi integral minus infinity to plus infinity delta of t e raised to I omega t dt. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഫൊറിയർ ട്രാൻസ്ഫോം ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വെറുതെ ഈ ഫംഗ്ഷൻ എടുത്ത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ. ഡെൽറ്റ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി മൈനസ് 0 അല്ലേ? 0 ഈ ലിമിറ്റിലുണ്ടല്ലോ. ഇ റേസ് ടു 0 ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പൈ. അത്രേ ഉള്ളൂ. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമോ? ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിൽ ഒന്നുകൂടെയും ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫൊറിയർ ട്രാൻസ്ഫോമും ഗ്രീൻസ് ഫംഗ്ഷനും. ഇല്ലെങ്കിൽ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. സർ, ആ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ ഒന്ന് കാണിക്കാം. ഇത് ഓക്കെ സർ. ഇല്ല, ചെയ്ത് നോക്കിട്ട് ഇത് കിട്ടിയില്ലായിരുന്നോ? കിട്ടി സാർ. ഞാൻ ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 a സ്ക്വയർ വരും നോക്കിയതാ. 4 a സ്ക്വയർ ഉണ്ട്. ഇവിടെ a സ്ക്വയർ ഉണ്ട്. മൈനസ് ഉണ്ടാവോ? അയ്യോ, ഉണ്ടാവും. ഈ മൈനസ് വന്നത് ഐ സ്ക്വയറിന്റെ. മറ്റേ മൈനസ് ആദ്യം ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ. ഒരു പേജ് ബാക്ക് കടിക്കോ? ആ ഫോർമുല എഴുതിയില്ലേ, രണ്ടാമത്തെ പേജ്. അതന്നെ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്?
ക്ലാസ് കഴിഞ്ഞു. ആ ഓക്കെ.